السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. الحمد لله الموفق هذا المعين، والصلاة والسلام على النبي الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم، تراهم ركعا سجدا يبتغون فضلا من الله ورضوانا، سيماهم في وجوههم من أثر السجود، ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العلي العظيم. محمد سيد الكونين والثقلين والفريقين من عرب ومن عجم، نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവ്വാദരണീയരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂലാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുന്ന ഈ മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇരുലോക വിജയം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു മുഅ്മിനിന് അവന്റെ ഇരുലോക വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്? അതിന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഇഷ്ഖ് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കൽ അത്യന്താപേക്ഷിതമാണ്. ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാ മനുഷ്യരെക്കാളും മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളുമെല്ലാം ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണമായ മുഅ്മിനാവുന്നത്. ഒരു മനുഷ്യന് മറ്റൊരാളോട് സ്നേഹമുണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാളെ ഇഷ്ക് വെക്കുകയാണെങ്കിൽ ആ ഇഷ്ക് ഒരിക്കലും അവന് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഉദാഹരണം പറയാൻ മഹാനായ റഷീദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം. മഹാനായ റഷീദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ്? വലിയ പണ്ഡിതനാണ്, സൂഫി വര്യനാണ്, ഉജ്ജ്വല വാഗ്മിയാണ്, തികഞ്ഞ പ്രവാചക പ്രേമിയാണ്. മഹാനവറുകൾ തന്റെ ജീവിതം മുഴുവൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നതിന് വേണ്ടി, അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലുന്നതിന് വേണ്ടി, അവിടുത്തെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചവരാണ്. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മഹാനവറുകൾ പാടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തോർത്ത് കരയുമായിരുന്നു. അങ്ങനെ ജീവിതം മുഴുവൻ സ്വലാത്തു ചൊല്ലി സ്വലാത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ട് മഹാനവറുകൾ ഊണും ഉറക്കവും ഒഴിവാക്കിയ സന്ദർഭങ്ങളുണ്ട്. മഹാനവറുകൾ അങ്ങനെ ഒരു ദിവസം മദീനയിലേക്ക് എത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം മഹാനവറുകൾ ചെയ്യുകയാണ്. അങ്ങനെ മഹാനവറുകൾ ബഗ്ദാദിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടുന്നു. മദീനയുടെ മലർവാടിയിലേക്ക് മാലോകരമാടി വിളിച്ച ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്താൻ വേണ്ടി മഹാനവറുകൾ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് മഹാനവറുകൾ പോകുന്നത്? ലിസിയാറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിനായി മഹാനവറുകൾ പോകാൻ ആഗ്രഹിക്കുകയാണ്. മദീനയിലേക്ക് പോകുന്നതിന് വേണ്ടി മഹാനവറുകൾ ബഗ്ദാദിൽ നിന്നും പുറപ്പെട്ടു. അതേ ദിവസം അന്ന് രാത്രി ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയുടെ രാജാവിന്റെ സ്വപ്നത്തിലേക്ക് വരികയാണ്. മദീനയുടെ രാജാവിന്റെ കിനാവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു, ഇന്ന് മദീനയിലേക്ക് വരാൻ വേണ്ടി ബഗ്ദാദിൽ നിന്നും ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട്. അയാള് മദീനയിലേക്ക് എത്തുകയാണെങ്കിൽ എനിക്ക് ഖബറിൽ നിന്നും എണീറ്റ് കൈകൊടുത്ത് അയാളെ സ്വീകരിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഖബറിൽ നിന്നും എണീറ്റാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ അയാളെ മദീനയിലേക്ക് കടത്തിവിടല്ല. മഹാനവറുകളുടെ പേര് മുഹമ്മദ് ബിൻ അബൂബക്കർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഭരണാധികാരി ചോദിച്ചു, അല്ല നബിയെ, ആളെ എങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്? എനിക്ക് വേണ്ടി എപ്പോഴും സ്വലാത്തു ചൊല്ലുന്ന ആളാണ്. എന്റെ പേര് കേട്ടാൽ ഉറക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ
ഉറക്കത്തിൽ നിന്നും ഞെട്ടിയണീച്ച ഭരണാധികാരി മന്ത്രിമാരെയും പാറാവുകാരെയും വിളിച്ചുകൂട്ടിയിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു, വിഷയം ചർച്ച ചെയ്തു. പാറാവുകാര മദീനയുടെ എല്ലാ ബോർഡറുകളിലും നിർത്തി വരുന്ന എല്ലാവരെയും അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് ഒരാൾ നടന്നു വരികയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ചുക്കിച്ചുളുങ്ങിയ ശരീരവുമായി ഒരാൾ നടന്നു വരുന്നു. അയാളുടെ അതരങ്ങൾ എന്തോ മന്ത്രിക്കുന്നുണ്ടേ. ഓ മുഹമ്മദ് ബിൻ അബൂബക്കർ എന്നാണ്. നിങ്ങളുടെ നാട് എവിടെയാണ്? ബഗ്ദാദിലാണ്. നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിക്കുമ്പോ മഹാനവറുകൾ പറഞ്ഞു പ്രവാചക പ്രേമമാണെന്ന്. അപ്പൊ ആ സമയത്ത് ആ പാറാവുകാരിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുച്ചരിച്ചു. കേട്ടപാട് മഹാനവറുകൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുറക്കെ പറയുകയാണ്. ആളാരാണ് എന്ന് കൺഫേമായി. എന്നിട്ട് പാറാവുകാര് പറഞ്ഞു, നിങ്ങൾക്ക് ഈ മദീനയിലേക്ക് പ്രവേശനമില്ല, നിങ്ങൾക്ക് തിരികെ ബഗ്ദാദിലേക്ക് പോകാമെന്ന് പറയുകയാണ്. മഹാനവറുകൾക്ക് വലിയ വിഷമമായി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താൻ ഏറ്റവും ഇഷ്ക് വെക്കുന്ന, എല്ലാവരെക്കാളും ഏറ്റവും മഹബ്ബത്ത് വെക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വരുമ്പോ മദീനയിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിടുകയാണ്. മഹാനവറുകൾ പിന്നെയും ട്രൈ ചെയ്തു. മഹാനവറുകൾ നാട്ടിലേക്ക് മടങ്ങിയിട്ട് പിന്നെയും മദീനയിലേക്ക് വരികയാണ്. അതേസമയം പാറാവുകാര് വീണ്ടും തിരികെ മഹാനവറുകളെ നാട്ടിലേക്ക് തിരിച്ചു വിടുകയാണ്. മഹാനവറുകൾക്ക് മദീനയുടെ ഉള്ളിൽ കയറണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. നാട്ടിലുള്ള വിറക് വെട്ടുകാരനോട് മഹാനവറുകൾ ചോദിച്ചു, മരങ്ങൾ വെട്ടിയിട്ട് അതിനുള്ളിൽ വെച്ച് എന്നെ മദീനയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ മുഴുവൻ സമ്പാദ്യവും ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് മഹാനവറുകൾ വാഗ്ദാനം ചെയ്തു. വിറകുവെട്ടുകാരൻ അതനുസരിച്ച് മഹാനവറുകളെ വിറകുകെട്ടിനുള്ളിൽ കയറ്റി മദീനയിലേക്ക് നടക്കുകയാണ്. മദീനയുടെ ബോർഡർ കടന്നു. ആ വിറകുകെട്ടിനുള്ളിൽ നിന്നും സ്വലാത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഒരു പാറാവുകാരൻ ആ വിറക് കെട്ടിറക്കാൻ ആവശ്യപ്പെട്ടു. ആ വിറകുകെട്ടിനുള്ളിൽ നിന്നും റഷീദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹിയെ കണ്ടു. തിരികെ വീണ്ടും നാട്ടിലേക്ക് മടക്കി വിട്ടു. എങ്ങനെയാണ് ആ വിറകുകെട്ടിനുള്ളിൽ നിന്നും സ്വലാത്ത് വന്നത്? പാറാവുകാരുടെ കണ്ണ് വെട്ടിച്ച് മദീനയിലേക്ക് കടക്കുമ്പോഴും തന്റെ ഇഷ്ട മാറ്റിവെക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതിന്റെ പ്രാധാന്യമേറെയാണ്, മദ്ഹ് പാടുന്നതിന്റെ പ്രാധാന്യമേറെയാണ്. അറിയുമോ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നിരന്തരമായി പാടുന്ന ആളാണ്.
മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നിരന്തരം പാടുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന ആളായിരുന്നു. മഹാനവറുകൾ മദ്ഹ് പാടുന്നത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആദരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകൾക്ക് ഒരു മിമ്പർ പോലും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء وأحسن منك لم تر قط عيني നബിയെ, അങ്ങേക്കാൾ ഭംഗിയുള്ള ആരെയും ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. അങ്ങേക്കാൾ നല്ല സ്വഭാവമുള്ള ആരെയും ഞാൻ ഈ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ, അങ്ങേക്കാൾ ഭംഗിയുള്ള ഒരാൾക്കും ഈ ലോകത്തൊരു ഉമ്മമാരും ജന്മം നൽകിയിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി كأنك قد خلقت كما تشاء. ഒരാളെങ്ങനെയാണോ വരാൻ ആഗ്രഹിക്കുന്നത് അതുപോലെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ എന്തു ഭംഗിയാണ്, അവിടുത്തെ സ്വഭാവം എന്ത് രസമാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പോലും പറയാൻ മടിയായിരുന്നു കഴിഞ്ഞു പോയ സ്വഹാബിമാർക്ക്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ തന്റെ നാവ് കൊണ്ട് മെഹബൂബിന്റെ പേര് പറഞ്ഞാൽ മെഹബൂബിന്റെ ജീവിത വിശുദ്ധിക്ക് കളങ്കമാകുമോ എന്ന ഭയമായിരുന്നു സഹാബാക്കൾക്ക്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെയും അവസ്ഥ അതായിരുന്നു. ഒരു വർഷം മഹാനവറുകളെ കൃത്യമായി നിരീക്ഷിച്ച ആള് പറയുകയാണ്, ഈ ഒരു വർഷത്തിൽ റസൂലുള്ളാഹിന്റെ പേര് പറയേണ്ട പല സന്ദർഭങ്ങൾ മഹാനവറുകൾക്ക് വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഖാല റസൂലുള്ളാഹ് എന്ന് മഹാനവറുകൾ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. മറിച്ച് മഹാനവറുകൾ റസൂലുള്ളാഹാണ് എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് റസൂലുള്ളാഹിനെ ഇശാറത്ത് ചെയ്യുമായിരുന്നു എന്ന് ഒരു വർഷം മഹാനവറുകളെ നിരീക്ഷിച്ച ആള് പറയുകയാണ്. അതേ പാത പിന്തുടർന്ന് തന്നെയാണ് മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ബുർദയുടെ ആദ്യ വരികളിൽ സൂചിപ്പിക്കുന്നത്. ആദ്യ വരികളിൽ മഹാനവറുകൾ എഴുതുന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖ്യ കഥാപാത്രമായിട്ട് പോലും റസൂലുള്ളാഹിന്റെ പേരോ നാടോ അവിടുന്ന് സൂചിപ്പിക്കുന്നില്ല. മഹാനായ ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ്? ഒരുപാട് ഖസീദകൾ രചിച്ചിട്ടുള്ള ആളാണ്. ഖസീദത്തു നുഅ്മാനിയ മഹാനവറുകളുടേതാണ്, ഖസീദത്തു ഹംസിയ മഹാനവറുകളുടേതാണ്, ഖസീദത്തു മുഹമ്മദിയ മഹാനവറുകളുടേതാണ്, ഖസീദത്തു മുളിരിയ, ഖസീദത്തുൽ ബുർദ തുടങ്ങി ഖസീദകൾ മഹാനവറുകൾ രചിച്ചതാണ്. ബുർദ എങ്ങനെയാണ് ഇത്രയേറെ പ്രശസ്തമാകുന്നത്? മഹാനവറുകൾ ബുർദ എഴുതുമ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ഒരു പങ്കുണ്ട്. പക്ഷാഘാതം എന്ന രോഗം ബാധിച്ച മഹാനവറുകൾ കിടപ്പിലായിരിക്കുന്ന സമയത്താണ് മഹാനവറുകൾ റസൂലുള്ളാഹിന്റെ മദ്ഹായ അൽ കൗകബു ദുരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്ന ഗ്രന്ഥം എഴുതാൻ തീരുമാനിക്കുന്നത്. മഹാനവറുകൾ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലേക്ക് വരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വപ്നത്തിൽ വന്നിട്ട് മഹാനവറുകൾ റസൂലുള്ളാഹിക്ക് ബുർദയുടെ വരികൾ പാടിക്കേൾപ്പിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകൾ ഒരു പുതപ്പിട്ട് കൊടുത്ത് ആദരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഖസീദത്തുൽ ബുർദ എന്ന് പേര് വന്നത്. ഖസീദത്തുൽ ബുർദയ്ക്ക് ബുർദ എന്ന് പേരുണ്ട്. മഹാനവറുകളുടെ രോഗം ആ ഖസീദ എഴുതലൂടെ കൂടെ ശിഫയായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബുർദ എന്ന് പേര് വന്നത്. ഏതായാലും ആവട്ടെ, മഹാനവറുകൾ ഖസീദ എഴുതുകയാണ്. ഒരു അനുരാഗിയുടെ നൊമ്പരമാണല്ലോ മഹാനവറുകൾ ഒന്നാമത്തെ ഫസ്ലിലൂടെ സൂചിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും താൻ കരയുന്നത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാൻ പോലും മഹാനവറുകൾക്ക് കഴിയുന്നില്ല. അങ്ങനെയാണ് മഹാനവറുകൾ ആദ്യത്തെ വരികൾ പാടുന്നു. അമിൻ തദക്കുർ ജീറാനിൻ ബിദി സലമി മാസജ്ത ദംഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി. സ്വന്തം ശരീരത്തെ അഭിസംബോധകനാക്കി നിർത്തി മഹാനവറുകൾ തുടങ്ങുകയാണ്. ആമിൻ തദക്കുർ ജീറാനിൻ ബിദി സലമി. ദൂസലം പ്രദേശത്തെ അയൽക്കാരെ ഓർത്തിട്ടാണോ ഓ ബൂസൂരി നിങ്ങൾ കരയുന്നത്? എന്നിട്ട് പറയുന്നു മാസജ്ത ദംഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി. കണ്ണുനീരെപ്പോഴാണ് രക്തം കലർന്നൊഴുകുന്നത്? കരഞ്ഞ് കണ്ണുനീര് വറ്റി വീണ്ടും കരയേണ്ടി വരുമ്പോൾ രക്തം കലർന്ന് കണ്ണുനീരൊഴുകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തോർത്ത് കരഞ്ഞ് അവസാനം കണ്ണുനീര് വറ്റിയിട്ടും മഹാനവറുകൾ കരയുകയാണ്. ആദ്യത്തെ വരികളിൽ മഹാനവറുകൾ അങ്ങനെ സൂചിപ്പിക്കുകയാണ്. യാ ഇലാഹി റഹം ഫർമാ മുസ്തഫാ കെ വസ്തേ या रसूल अल्लाह करम कीजिए खुदा के वास्ते. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസീലയാക്കി റബ്ബിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്. റബ്ബേ, നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണം റഹ്മാനേ. അല്ലയോ ഹബീബായ നബിയേ, അവിടുത്തെ കൊണ്ട് ഞാൻ രക്ഷപ്പെടണം. അല്ലാഹുവിന്റെ കാരുണ്യം എനിക്ക് നൽകണം. അങ്ങനെ മഹാനായ ബറൈൽവി തങ്ങൾ പാടിവെക്കുന്ന വരികളാണ്. ഉസൂരി ഇമാം ഒന്നാമത്തെ ഫസ്ലിൽ നിന്നും ഒരു അനുരാഗിയുടെ നൊമ്പരത്തിൽ നിന്നും മഹാനവറുകൾ പോകുന്നു. ഒരു അനുരാഗിക്ക് വേണ്ട തയ്യാറെടുപ്പുകളിലേക്കാണ് രണ്ടാമത്തെ ഫസ്ലിൽ സൂചിപ്പിക്കുന്നത്. അതാണ് നാം ഇപ്പോൾ നിൽക്കുന്ന ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നമ്മുടെ ഹൃദയം വിപുലീകരിക്കേണ്ട മാസമാണ്. നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കേണ്ട മാസമാണ്. ഈ മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നു. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയ മാസം ശഅബാൻ മാസമാണ്. നമുക്ക് വരാനുള്ള മാസം റമളാൻ മാസമാണ്. ആ മാസം നമ്മുടെ ശരീരം ശുദ്ധീകരിക്കേണ്ട മാസമാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയാക്കി വരുന്ന അനുയായികൾക്കാണ് വിജയം ഉറപ്പാക്കുന്നത്. അതേ, തെളിഞ്ഞ ഹൃദയവുമായി പോകുന്ന സമയത്താണ് മദ്ഹുൻ നബിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. മദ്ഹുൻ നബിയുടെ പ്രാധാന്യമല്ലേ മൂന്നാമത്തെ ഫസ്ലിൽ മഹാനവറുകൾ സൂചിപ്പിക്കുന്നത്. വലംതു സുന്നത മൻ അഹ്യൽ ളലാമ ഇലാ
അനിഷ്തഖത് ഖദമാ ഹുർറ മിൻ വറമി. ഇതേ ഫസ്ലിൽ തന്നെയാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ട് കാലിന് നീരാകുന്ന സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നാം കേൾക്കുമ്പോ, നാം മദ്ഹുൻ നബി ഇങ്ങനെ പാടുമ്പോ, നമുക്ക് റമളാൻ മാസത്തിലെ രാത്രി നിന്നുള്ള നിസ്കാരം അത് ആസ്വാദനമാണ്. റമളാനിലെ 20 റക്അത്ത് നിസ്കാരം ആസ്വാദനത്തിന്റെ ആഴമറിയുന്നതാണ്. അങ്ങനെ മൂന്നാമത്തെ ഫസ്ലിൽ മദ്ഹുൻ നബിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുമ്പോ അവിടുത്തെ ജന്മത്തിലെ അത്ഭുതങ്ങളെ തേടി നാം സഞ്ചരിക്കും. അതാണല്ലോ നാലാമത്തെ ഫസ്ലിൽ പറയുന്നത്. അവിടുത്തെ ജീവിതം കൊണ്ടുണ്ടായ അത്ഭുതങ്ങളെ തേടി നാം സഞ്ചരിക്കും. അവിടുത്തെ ജനനം മുതലേ നമ്മൾ അത്ഭുതങ്ങൾ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും വലിയ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നേതാവാണെന്നോ ഒരു പൊളിറ്റിക്കൽ ലീഡറാണെന്നോ എന്നതിനപ്പുറം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് പ്രാധാന്യമേറെയാകുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവൻ നാം നീണ്ട ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ കണ്ട് നാം ഇങ്ങനെ സഞ്ചരിക്കും. അബാന മൗലിദുഹു അൻ തീബി ഉൻസുരിഹി. അവിടുത്തെ കുടുംബ പശ്ചാത്തലം മുഴുവൻ സഞ്ചരിക്കുന്നത് ത്വയ്യിബായ വഴിയിലൂടെയാണ്, മനോഹരമായ വഴിയിലൂടെയാണ് എന്ന വാസ്തവം നാം ഇങ്ങനെ മനസ്സിലാക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ നമ്മൾ അറിയും. അപ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പുണരാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാൻ നമുക്ക് തോന്നും. തേരെ ഖദമോ മേ ജോ ഹേ ഗൈർ കോ മുഹ് ക്യാ ദേഖേ കാൻ നസറോ പിഛടെ ദേഖ് കേ തൽവാ തേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാദങ്ങളിലേക്ക് നോക്കുക എന്നത് സർവ്വമുഖങ്ങളിലേക്കും നോക്കുന്നതിനേക്കാൾ വലിയ ആനന്ദമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. റസൂലുള്ളാഹിന്റെ പാദത്തിലേക്ക് നാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ വേറെ എന്ത് വലിയ അജബുകൾ, ഈ ലോകത്തെ വലിയ അജബുകൾ വന്നു നിന്നാലും ഇതെല്ലാം നമുക്ക് നിസാരമായി തോന്നും. ബറൈൽവി തങ്ങളുടെ വരികളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ നിന്നും നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ മുഅ്ജിസത്തിലേക്ക് സഞ്ചരിക്കും. ഖുർആൻ എന്ന വലിയ മുഅ്ജിസത്തിനെ പറ്റി നാം അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ആ ഖുർആനിന്റെ വ്യാപ്തി നമുക്ക് ഇങ്ങനെ മനസ്സിലാകും. ലോകത്തിപ്പോഴും കണ്ടുപിടിക്കപ്പെട്ട സയൻസുകളെ പരിശോധിച്ചു നോക്കുമ്പോൾ അതൊരു സയൻസും ഖുർആനിനെതിരാകാത്ത സന്ദർഭം നമുക്കിങ്ങനെ ഓർമ്മ വരും. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ദൃഷ്ടാന്തങ്ങളെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഈമാനിന്റെ മൂർച്ചയേറും. ഈ ഈമാനിന്റെ മൂർച്ചയിൽ നമ്മൾ പരിശുദ്ധ ഇസ്രാ മിഅ്റാജിനെ പറ്റി അറിയും. അതാണല്ലോ ബുർദയുടെ 7-ാം ഫസ്ലിൽ മഹാനായ ബൂസൂരി ഇമാം സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് വലിയ അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ യാത്രയെ പറ്റി മഹാനവറുകളുടെ 7-ാമത്തെ ഫസ്ലിൽ പറയുകയാണ്. യാ ഖൈറ മൻ യമ്മൽ അഫൂന സാഹതഹു. മിഅ്റാജിനെ പറ്റി അറിയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോടുള്ള വലിയ കടപ്പാട് നമുക്കിങ്ങനെ മനസ്സിലാകും. നാം ഏത് പ്രതിസന്ധിയിൽ നിൽക്കുകയാണെങ്കിലും, ഏത് വിപ്ലവാ
പ്രതിരോധാത്മക ഘട്ടം വന്നാലും, ഏത് വാളുകൾക്കിടയിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിലും, ഏത് അധികാരികളുടെ ധിക്കാരങ്ങളുടെ ഇടയിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിലും, തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ കൂടെയുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്ന സുരക്ഷിതത്വം പറയുന്നതാണല്ലോ 8ാമത്തെ ഫസ്ല്. വമൻ തകും മിർ റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജ്മീ. ഈ വരികൾ എങ്ങനെ നമുക്ക് ഊർജമേറും. പിന്നീട് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നാം സർവ്വതും സമർപ്പിക്കും. നമ്മളിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് ആ മദ്ഹ് മുഴുവൻ നാം റസൂലുള്ളാഹിക്ക് സമർപ്പിക്കും. റസൂലുള്ളാഹിന്റെ മദ്ഹിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിലൂടെ നാം വിജയം നേടും. ആ തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് പോലെ നമ്മൾ വിളിക്കും, യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ഓ അക്റമുൽ ഖൽഖായ നബിയേ, ഒരാപത്ത് വരുമ്പോൾ അങ്ങല്ലാതെ ഞങ്ങൾക്കാരാണുള്ളത്? ഞങ്ങൾക്കാരെയാണ് സമീപിക്കാൻ കഴിയുന്നത്? നാളെ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ഒരേ ഒരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശ മാത്രമാണ് നാളെ നമ്മൾക്കുള്ളത്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുക എന്നത് ഞങ്ങളുടെ റൂഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ഓർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് റൂഹില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസ്ഹബിഹി വസല്ലമ തങ്ങളുമായി നാം അത്രയേറെ കടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കാൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് യാ മുഹമ്മദ് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ പേരിനെ അഭിസംബോധകനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം ഇങ്ങനെ മനസ്സിലാക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയേറെ ബഹുമാനിക്കണമെന്നത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചത് ഓർക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാകും. ഒരുപാട് മഹാന്മാർ ഇങ്ങനെയുള്ള ഖസീദകൾ രചിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളക്കരയിൽ ജീവിച്ച മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, നാം ഖസീദയുടെ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മഹാനവറുകളെ മറക്കാൻ കഴിയുന്നത്? മഹാനവറുകൾ മക്കയിലേക്ക് ഹജ്ജിന് പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന സന്ദർശനത്തിന് വേണ്ടി മദീനയിലേക്ക് വരികയാണ്. ആ സമയത്ത് മദീനയുടെ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്. അതിന്റെ അകത്തേക്ക് കയറാനുള്ള അവസരം ലഭിക്കുന്നില്ല. മഹാനവറുകൾക്ക് വലിയ സങ്കടമായി. മഹാനവറുകൾ നമ്മൾ പോകുന്ന പോലെ വെറും കയ്യോടെ പോയതല്ല, ഒരുപാട് സ്വലാത്തുകൾ കൊണ്ടുപോയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൽ അലിഞ്ഞ ജീവിതം കഴിച്ചു കൂട്ടിയവരാണ്. മഹാനവറുകൾ മദീനയിലെത്തുമ്പോൾ മദീനയുടെ വാതിലുകൾ തുറക്കുന്നില്ല. അവിടെ നിന്ന് മഹാനവറുകൾ പാടുന്നത് എന്താണ്? മദീനയിലെത്തിയപ്പോൾ കിനിഞ്ഞ തിരുസ്നേഹത്തിന്റെ 5 വീതം ചില്ലകളുള്ള വരികളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് നിന്നിട്ട് അനുരാഗ നിബിഡമായ ഹൃദയം കാമുകിയോട് സ്നേഹം പങ്കുവെക്കുന്നത് പോലെ മഹാനവറുകൾ പാടുന്നു. യാ അക്റമൽ ഖുറമാ
അലാ അതാബിക്കും, മാന്യന്മാരിൽ നിന്നും ഏറ്റവും മാന്യനായ നബിയേ, നിങ്ങളുടെ സാമീപ്യം പ്രതീക്ഷിച്ചു വന്ന ഉമറുൽ ഫഖീറാണ് വന്നു നിൽക്കുന്നത്. അങ്ങയുടെ സാമീപ്യം പ്രതീക്ഷിച്ചു വന്നതാണ്. അങ്ങയുടെ വാതിൽക്കൽ വന്ന് സങ്കടം പറഞ്ഞാൽ അങ്ങതിന് പരിഹാരം നൽകുമെന്നറിയാം നബിയേ. കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഖുർആനിലെ ശകലങ്ങളായ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന വാക്യം മഹാനവറുകൾ എല്ലാ 5ാമത്തെ വരികളിലും കൊണ്ടുവരികയാണ്. അറബികളുടെ മുന്നിൽ വന്ന് സാഹിത്യമേറിയ ഈ കവിത പാടുന്നത് ഒരു അനറബിയാണ്. അറബികൾ അമ്പരന്ന് നിൽക്കുകയാണ്. മഹാനവറുകൾ പാടുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അങ്ങനെ 5ാമത്തെ വരിയായ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പാടുമ്പോൾ അറബികളും കൂടെ പാടുന്നു. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇങ്ങനെയല്ലേ മഹാനായ ഉമർ ഖാദി തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. മദീനയുടെ മണൽപ്പരപ്പിലിരുന്ന് മാലോകരുടെ മനതലങ്ങളിലേക്ക് അനുരാഗത്തിന്റെ നിധികൂമ്പങ്ങൾ നിറച്ചു കൊടുത്ത് മാറ്റത്തിന്റെ മഹിതഭാവങ്ങളിലേക്ക് മാലോകരെ മാടി വിളിച്ച മഹിഷ്ട ബിന്ദുക്കളിലേക്ക് പ്രപഞ്ചത്തിന്റെ മുഴുവനും മനസ്സുകളെ അടുപ്പിച്ച് അതുല്യ പ്രഭാവത്തിന്റെ തേജസ്സേ നബി മുഹമ്മദ് മുസ്തഫ सल्लल्लाहु अलैहि वसल्लम. चोर हकीम से छुपा करती है या उसके खिलाफ, तेरे दमन में छुपा चोर आकानोगा तेरा. തെറ്റ് ചെയ്യുന്നവരും കള്ളന്മാരുമെല്ലാം അധികാരികളെ കാണുമ്പോൾ ഓടിയൊളിക്കുകയാണ്. അവിടുത്തെ ഭരണാധികാരികളെ കാണുമ്പോൾ ഓടിയൊളിക്കുകയാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ കള്ളന്മാരും തെറ്റുകാരുമെല്ലാം സ്വയം വന്ന് തെറ്റേറ്റ് പറഞ്ഞ് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മടങ്ങുകയാണ്, പരിശുദ്ധമായി മടങ്ങുകയാണ്. അജബൻ അജബാ. അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കണം, അവിടുത്തേക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കണം. മൻ സ്വല്ല അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. ആരെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ഗുണം ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന്റെ അതേ പാതയിൽ വന്നതാണ് മഹാനായ കുണ്ടൂർ ഉസ്താദ്. അങ്ങനെ തുടങ്ങിയ കേരളക്കരയിലെ ഒരുപാട് ഉസ്താദുമാരെ നമുക്കറിയാം. ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൽ അലിഞ്ഞ ജീവിതം കഴിച്ചു കൂട്ടിയവരാണ്. ആ കുണ്ടൂർ നഗരിലല്ലേ നമ്മുടെ പരിപാടി നടക്കുന്നത്. മഹാനവറുകൾക്ക് ഈ സ്ഥലവുമായി വലിയ ബന്ധമുണ്ട്. ആ കുണ്ടൂർ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ മജ്ലിസ് ഖബൂലാക്കണം റഹ്മാനെ. ചില ആളുകൾ പറയും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പാടില്ല, അവിടുത്തെ മദ്ഹ് പാടാൻ പാടില്ല, അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയും. ഞാൻ പറയട്ടെ, അവരുടെ ഹബീബ് ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ ഹബീബ് ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുകയാണ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാണ്. ഞങ്ങളുടെ ഹബീബ് ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഞങ്ങളുടെ ഉമ്മയും വാപ്പയും ഉസ്താദുമാരും എല്ലാം സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുകയാണ്. ആ ഖബറിൽ കിടന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളൊരു തെറ്റ് ചെയ്താൽ എല്ലാവരെക്കാളും സങ്കടപ്പെടുന്നത് റസൂലാണ്. ആ
ആ റസൂലിന്റെ തൃപ്തി ഞങ്ങൾക്ക് വേണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അവിടുത്തെ തൃപ്തി നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മൊബൈലിന്റെ ഗാലറിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫോട്ടോ ഇല്ല. ഞങ്ങളുടെ കോണ്ടാക്റ്റിൽ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്പർ സേവ് അല്ല. ഞങ്ങളെ മുമ്പ് ഇതുവരെ തമ്മിൽ സംസാരിച്ചിട്ടുമില്ല. എന്നാലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടുത്തെ റസൂലിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച്, അങ്ങേറ്റം മഹബ്ബത്ത് വെച്ച് ആ മദീനയിലേക്ക് ഇങ്ങനെ പോകുന്ന സന്ദർഭങ്ങളൊക്കെ നാം ഇങ്ങനെ കാണുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ എത്രത്തോളം മഹബ്ബത്ത് വെക്കണമെന്ന് നമുക്കിങ്ങനെ മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബ എത്രയോ വട്ടം കണ്ട മഹാന്മാര് പിന്നീടും കാണുമ്പോൾ ഇങ്ങനെ കരയുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടം റസൂലുള്ളാഹിയുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിപ്പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാണ്. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൂമുഖം ഞങ്ങൾ മരിക്കാനെടുക്കുന്ന സമയത്ത് അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ പേര് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊരു ഭാഗ്യമാണ്. മരണത്തോടടുക്കുന്ന സമയത്ത് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭാഗ്യമാണ്. അങ്ങനെ മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് എന്ത് ഭാഗ്യമാണ്. മരിക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന എത്ര ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ മരിക്കുന്നവരിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണം റഹ്മാനേ. നമുക്കൊരൽപ്പം സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിയാൽ അവിടുത്തേക്ക് നേരിട്ട് സ്വലാത്തുകൾ എത്തുമെന്നത് നമുക്ക് ഉറപ്പാണ്. നമ്മുടെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾക്കറിയില്ല. നമ്മൾ ചെയ്യുന്ന നോമ്പുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി ഏത് സാഹചര്യത്തിൽ എവിടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലിയാലും അതെല്ലാം ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വലാത്തു ചൊല്ലിയാൽ നമുക്കതിന് ശേഷം ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഇവിടെ പരിപാടിക്ക് വരുന്നത് ഉസ്താദുമാരോട് പറയുമ്പോൾ ഞങ്ങൾ ആശീർവദിച്ചു വിട്ട റഈസുൽ ഉലമാ ശൈഖുനാ തന്നല ഉസ്താദ് തുടങ്ങിയ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഞങ്ങൾ ഇവിടെ വരുന്നെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നും ദുആ ചെയ്ത് കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പയുടെ ഉമ്മയുണ്ട്, ഉമ്മയുടെ ഉമ്മയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. അല്ലാഹ്, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഞങ്ങളാക്കിയ ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ ഉമ്മമാര്, ഉപ്പമാര്, അല്ലാഹുവേ, അവർക്കൊക്കെ പൊരുത്തപ്പെട്ട മക്കളാക്കണം റഹ്മാനേ. ഒരല്പനേരം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? നമുക്ക് സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أدركنا يا حبيب الله.
الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله أدركنا يا حبيب الله അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ നല്ലവരാക്കണം റഹ്മാനേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ ഞങ്ങൾ നിൽക്കുന്ന മാസം ശഅബാൻ മാസമാണ് സ്വലാത്തുകൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ അല്ലാഹുവേ പറയുന്ന ഇൽമ നാഫിയാക്കണം റഹ്മാനേ ഞങ്ങളെല്ലാവരും മരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് റസൂലുള്ളാഹിനെ കാണണം ആ സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കണം ആ സമയത്ത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സമയത്ത് എല്ലാവർക്കും വന്നെത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനേ നാളെ ജന്നാത്തുൻ നഈമിൽ റസൂലുള്ളാഹിന്റെ കൂടെ നീ ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരെയും നീ എത്തിക്കണം റഹ്മാനേ അല്ലാഹുവേ ഈ ദുനിയാവിലെ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് ഞങ്ങളെ തെറ്റുകളിൽ നിന്നും നീ സംരക്ഷിക്കണം റഹ്മാനേ അല്ലാഹുവേ എല്ലാവിധ തെറ്റുകളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണം റഹ്മാനേ ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഞങ്ങളുടെ നേതൃത്വങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകണം റഹ്മാനേ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഊസികും ബിദ്ദുആ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി